നമസ്കാരം, ഞാൻ ദിനേശാണ്. നമ്മളെ യെല്ലോ അടീനിയല്ലേ ക്രാഫ്റ്റ് ചെയ്തതൊക്കെ അത്യാവശ്യം ഇങ്ങനെ ഗ്രോത്ത് ആയി വരുന്നു കേട്ടോ. നല്ല ഗ്രോത്ത് ആയിട്ടേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ബുക്കിംഗ് ആണ്. ഇത് നല്ല ഡാർക്ക് യെല്ലോ എന്ന് പറയാൻ വയ്യ. വിരിഞ്ഞു വരുമ്പോൾ ഡാർക്ക് യെല്ലോ, പിന്നെ അത് മെല്ലെ കളർ മങ്ങി പോകും. അത് വെയിലിൻ്റെ ചൂട് കൊണ്ടായിരിക്കാം. അപ്പോൾ ഏതായാലും ഇത്തരം ഗ്രാഫ്റ്റ് വേണ്ട ആളുകൾ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. മെസ്സേജ് അയച്ചിട്ടാലും മതി, അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് മെസ്സേജ് അയക്കാം. നമ്മൾ ഇന്ന് പറയുന്നത് ഈ ചെടീനെ കുറിച്ച് കേട്ടോ. ഇതിലെ സീഡ് കണ്ടില്ലേ, 4 സീഡ് പോഡ് ഉണ്ട്. സീഡ് പോഡിൻ്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ. ഈ ചെടി വലിയൊരു മദർ പ്ലാന്റ്, ഏകദേശം 8 വർഷം പഴക്കമുള്ളൊരു ചെടിയാണ്. ഇതൊരു ഗ്രാഫ്റ്റാണ്. ഇത് ഗ്രാഫ്റ്റ് കഴിഞ്ഞ സീസണിൽ പിടിപ്പിച്ച ഗ്രാഫ്റ്റാണ്. നമ്മൾ ജൂലൈ ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് മഴ കഴിഞ്ഞ സമയത്ത് പിടിപ്പിച്ച ഗ്രാഫ്റ്റ്. അതിങ്ങനെ ഇത്രയും നീളമായിട്ടോ. ഒന്ന് ഗ്രാഫ്റ്റ്. ഇത് ഒരു ഗ്രാഫ്റ്റാണ്, രണ്ടാമത്തെ കളർ ഗ്രാഫ്റ്റ്. മൂന്നാമത്തെ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ റബ്ബർ ബാൻഡ് ഇട്ടത്, 4ാമത്തെ ഗ്രാഫ്റ്റ്. പിന്നെ ഈ പേപ്പർ ഇട്ടതിൻ്റെ ഉള്ളിൽ 2 എണ്ണം ഉണ്ട്, 2 ഗ്രാഫ്റ്റ്, 2 കൊമ്പുണ്ട്, 6. പിന്നെ ഇവിടെ ഒരു പേപ്പർ ഇട്ടൊരു കൊമ്പുണ്ട്, 7. ഇനി ഗ്രാഫ്റ്റ് ചെയ്യാൻ ഒരു കൊമ്പുണ്ട്, അപ്പോൾ അതിൽ ഞാൻ ചെയ്യും 8. ഈ കൊമ്പിലും ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളതാണ് 9. പിന്നെ ഇതിൻ്റെ നോർമൽ കളറ് ഒരു ഭാഗത്തു നിന്ന് പൊടിച്ചു വരും, 10 കളറാവും ഇതിൻ്റെ മേലെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെയും ചെയ്യാം നമുക്ക്. അപ്പോൾ വേണമെങ്കിൽ 11 കളർ. അപ്പോൾ 10 കളർ ഗ്രാഫ്റ്റുള്ളൊരു ചെടിയാണ്. അതിൽ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത് 1, 2, 3, 4, 5, 6. പിന്നെ അതിൻ്റെ ബേസ് കളർ 7 ആയി. ഇനി 3 കൂടി ഗ്രാഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ചെടികളൊക്കെ വേണ്ട ആളുകൾ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ട് ഇപ്പം ഇന്ന് കാണിച്ച ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നോട്ട് ചെയ്തെടുത്തിരിക്കും. ഇതിലെ കളറെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഏത് കളറാണെന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ നല്ല ചെടിയിൽ നിന്ന് ഗ്രാഫ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ കഷ്ണങ്ങൾ എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യണം. അവിടെ എല്ലാ ചെടിയുടെ മേലെയും ഇങ്ങനെ വെള്ള പേപ്പറുകൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നത് ഞങ്ങൾ വെയിലത്ത് തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. കാരണം നമുക്ക് ഇത്രയും ചെടികളുള്ളപ്പോൾ എടുത്തു വെക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലത്ത് ചെയ്യുന്നു. പക്ഷേ സൂര്യപ്രകാശം നേരിട്ട് തട്ടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മേലെ ഇങ്ങനെ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ സാധാരണ പേപ്പർ വെച്ചിട്ട് സ്റ്റാപ്ലർ അടിച്ച് വിടും. അത് അഥവാ വല്ല മഴ പെയ്ത പേപ്പർ കേടാവുകയാണെങ്കിൽ കാറ്റത്ത് പറന്നു പോവുകയൊക്കെ ചെയ്യണമെങ്കിൽ വേറെ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ പിടിപ്പിച്ചെടുക്കുന്നത്. ഇതിനെ മൾട്ടി ഗ്രാഫ്റ്റ് മൾട്ടി പെറ്റൽ പ്ലാന്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ചെടികൾ ഇങ്ങനത്തെ ഒരു ചെടി മേടിച്ചു വെച്ചാൽ നമുക്ക് 10 ചെടി 12 ചെടി മേടിച്ചു വെക്കുന്നതിൻ്റെ ആ ഒരു ഗുണം കിട്ടും. കാരണം അത്രയും സ്ഥലമില്ലാത്തവർക്ക് ഒരു ചെടി പരിപാലിക്കണം എന്നുള്ള ആളുകൾക്ക് ഒരു ചെടി ഇങ്ങനത്തെ ഒരു വലുതൊന്ന് മേടിച്ചു വെച്ചാൽ മതി. പിന്നെ വില ഉണ്ട് ചെടിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ്ങിനനുസരിച്ച് വില ഉണ്ട്. പിന്നെ ചെടിയുടെ പ്രായം തന്നെ ഇത്രയുണ്ട്. ഇനി ഇത് ഞാൻ പറഞ്ഞു, ഇത് കോഡക്സ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴാണ് അറിയാം. ഇനി ചെയ്യുമ്പോൾ കോഡക്സ് താത്തി വെക്കില്ല, കാരണം ഇനി അത് മേലെ മണ്ണ് വന്നിട്ട് ഫംഗസ് വരും. അപ്പോൾ അതുകൊണ്ട് ഇനി വെക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ നല്ല പരന്ന ബോൺസായി സിമെൻറ്റ് ചട്ടിയോ എടുത്തിട്ട് അതിൽ പ്രത്യേക രീതിയിൽ വയ്ക്കും. ഈ പ്രത്യേക രീതിയിൽ വെക്കുക എന്ന് പറയുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതായത് വെള്ളം ഒരു തുള്ളി അവിടെ തങ്ങി നിൽക്കാത്ത തരത്തിൽ ചെയ്യുന്നു. ഇപ്പോഴും ആളുകൾ മെസ്സേജ് അയച്ചിട്ട് പറയുന്നത് ഞങ്ങളുടെ ചെടി മഴയത്തിരുന്നിട്ടും ഒരു 2 ചെടിയുണ്ട്, അത് വളരെ കാലമായിട്ട് മഴയത്തിരിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ യാതൊരു കേടുമില്ല. അതിൻ്റെ ഒറ്റ റീസൺ പറയുന്നത് റീപോർട്ട് ചെയ്യാത്ത. കാരണം അവർ ഏകദേശം 10 കൊല്ലമായിട്ട് ചട്ടിയിൽ നിൽക്കുന്ന ചെടിയുണ്ട്. 1-2 ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 കൊല്ലമായിട്ട് ചട്ടിയിൽ നിൽക്കുന്ന ചെടി എന്ന് പറഞ്ഞാൽ അവർ ചെറിയ തൈ കിട്ടിയപ്പോൾ ആരോ ഫ്രണ്ട്സ് കൊടുത്തപ്പോൾ ഒരു ചെറിയ തൈ കിട്ടി ചട്ടിയിൽ വെച്ചു, നല്ലോണം മണ്ണൊക്കെ ഇട്ടിട്ട് വെച്ചു. അത് അവിടെ ഇരുന്ന് അതിൻ്റെ കോഡക്സ് വണ്ണം വെച്ച് വരികയാണ്. അതിന് യാതൊരു തരത്തിലുള്ള കേടും വന്നിട്ടില്ല. അതിൻ്റെ റീസൺ ഇതാണ്. അതിൻ്റെ മേലെ ചുറ്റുപാടുമുള്ള മണ്ണ് വേരുമായി ബോണ്ട് ചെയ്ത് ഒട്ടി സിമെൻ്റ് ഇട്ട പോലെയായി. പിന്നെ എത്ര മഴ പെയ്താലും അതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കാതെ അതിൻ്റെ പുറം സൈഡിലൂടെ ഒലിച്ചു പോകും. ഇനി വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാലും അതിലെ പൊടിമണ്ണെല്ലാം പോയിട്ട് സെറ്റായിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ പൊടിമണ്ണ് താഴേക്ക് ഇറങ്ങിയിട്ട് വേരിൻ്റെ ഭാഗത്തേക്ക് സെറ്റ് ബോണ്ടായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ വെള്ളം അവിടെ കെട്ടി നിൽക്കാനുള്ളൊരു സാധ്യത തീരില്ല. അപ്പോൾ നമ്മളെ പഴയ ചെടികൾ കേടുവരാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്, റീപോർട്ടിങ് നടത്താത്തത് കൊണ്ടാണ്. വേര് ഫുള്ളും മണ്ണുമായി ബോണ്ടായി അറ്റാച്ചായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേടുവരില്ല. അപ്പോൾ നിങ്ങൾ ഈ ചെടി വലുതാവാൻ വേണ്ടിയിട്ട് ആഴ്ചയ്ക്ക് വീഡിയോയിൽ കാണുന്ന പോലെ 6 മാസം കൂടുമ്പോൾ 1 കൊല്ലം കൂടുമ്പോഴൊക്കെ റീപോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ചെടീനെ നാശാക്കുകയുള്ളൂ. നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ ആവശ്യം എന്ന് പറയുമ്പോൾ ഞാനായാലും വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ ആവശ്യം തന്നെ ആ വീഡിയോ മാക്സിമം ആളുകൾ കാണുക എന്നുള്ള.
നിങ്ങൾ ആ ചെടീനെ എന്ത് ചെയ്തു, നിങ്ങളെ ചെടി കേടാവുന്നു എന്നുള്ളത് പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ 2-3 വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ചെയ്യുക. എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് ചേർത്ത്, അതായത് റീപോട്ടിങ്ങും പ്രൂണിങ്ങും വളപ്രയോഗവും എല്ലാം ഒന്നിച്ച് ചെയ്യുന്നതുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്ന ഒരു കാര്യമായിരുന്നു, റീപോട്ട് ചെയ്യണ സമയത്ത് നന്നായിട്ട് 18-18 ഈ പോട്ടിംഗ് മിക്സിൻ്റെ ഒപ്പം നന്നായി ചേർക്കുക. എന്നിട്ട് ഈ ബെയർ റൂട്ടായ പറിച്ചെടുത്ത തൈ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഈ രാസവളങ്ങളും ജൈവവളങ്ങളും എല്ലാം മിക്സ് ചെയ്ത് നിറയ്ക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല, എന്നാലും ഇപ്പം അതൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. രാസവളങ്ങൾക്ക് തീവ്രത കൂടുതലാണ്. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വേരുമ്മയ്ക്ക് ഡയറക്റ്റ് അറ്റാച്ച് വരുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് വലിയുമ്പോൾ ആ ചെടിക്ക് അതിനെ താങ്ങാൻ പറ്റില്ല. ആ ചെടി ചിലപ്പോൾ അഴുകാൻ അല്ലെങ്കിൽ പൊള്ളിപ്പോവാൻ, അഴുകാൻ, ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേര് പിടിച്ചതിൻ്റെ ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ രാസവളങ്ങൾ കൂടുതൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഒക്കെ സെറ്റ് ചെയ്യാൻ ചെയ്യുക. ഇനി അത്ര രാസവളങ്ങൾ ഇട്ട് കൊടുത്തേ മതിയാവൂന്ന് വാശി പിടിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ വാട്ടർ സൊല്യൂബിൾ ഫോമിലുള്ള അല്ലെങ്കിൽ ഫോളിയാർ സ്പ്രേ ആയിട്ട് ഇലകൾ വഴി കൊടുക്കാൻ പറ്റിയ സാധനം നിങ്ങൾ അടിച്ചിട്ട് മെല്ലെ കൊടുത്തോളൂ, ലൈറ്റായിട്ട്. അപ്പോൾ അത് വലിയ ദോഷം ചെയ്യില്ല. പക്ഷേ അത് കൂടിക്കഴിഞ്ഞാലും ഇല പൊള്ളിപ്പോവും. അപ്പോൾ അത് സേഫായിട്ട് അടിക്കാനുള്ള ഒരു പീരീഡ് ഉണ്ട്, സേഫായിട്ട് അടിക്കാനുള്ള ഒരു ടൈമുണ്ട്, സേഫായിട്ട് അടിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മൾട്ടി ഗ്രാഫ്റ്റ് ചെടികളൊക്കെ പിന്നെ ഇത് അടുത്ത ആളുകളുടെ സംശയം വരെ എന്താ അറിയുക, ഈ ചെടിയിൽ വിത്ത് ഞങ്ങൾക്ക് തരുമെന്ന്. ഇതിൽ പല കളറ് പൂവുണ്ടാവും. അപ്പോൾ ഇതിൽ ചെടിയിൽ വിത്തും, ഇത് ഇതിൻ്റെ ബേസ് കളറിൻ്റെ പൂവാണ് വിത്തുണ്ടായത്. അപ്പോൾ ഇതിലെ സാധാരണ കളർ ഏതാണോ അതിൻ്റെ റിലേറ്റ് ചെയ്തുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ചേഞ്ച് ആയിട്ടുള്ള കളറുള്ള പൂവാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ വിത്ത് ഒരിക്കലും നിങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് പല കളറിൻ്റെ എന്ന് പറഞ്ഞ് വാങ്ങണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ തൈ വാങ്ങുകയാണെങ്കിലും വിത്ത് വാങ്ങുകയാണെങ്കിലും നല്ല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുക. പക്ഷേ വിത്ത് വാങ്ങുമ്പോൾ എവിടുന്ന് വാങ്ങിയാലും വരുന്നൊരു പ്രശ്നം, എത്ര മുളയ്ക്കുമെന്നോ ഏത് കളർ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വിത്തെടുക്കുന്നു അയക്കുന്നു അത്രയല്ലേ. ചെടിയാവുമ്പോൾ നമുക്ക് പൂവിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ പൂവ് നോക്കിയിട്ടെങ്കിലും ചെയ്യാൻ പറ്റും എന്താ. അപ്പോൾ ഈ മൾട്ടി പെറ്റൽ മൾട്ടി ഗ്രാഫ്റ്റ് അഡീനിയം വേണമെന്നുള്ള ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയക്കാം. താങ്ക് യു.